ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി ഡ്രൈപ്പിംഗ് സാരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് ഉടുത്ത് കാണിക്കുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇത് കോട്ടൺ സാരിയല്ല, സാധാ നമ്മുടെ കുഴഞ്ഞു കിടക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സാരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചും കൂടിയും ലുക്ക് കിട്ടണം, അല്ലെങ്കിൽ എല്ലാവരുടെയും കാട്ടിലും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഡ്രസ്സായിരിക്കണം നമ്മളുടേതെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സാരി വാങ്ങുമ്പോൾ നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാ അവിടെയും കടകളിലൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഇതുപോലെ സാരിയൊക്കെ കിട്ടും. അപ്പോൾ അതിനെ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആർക്കും കിട്ടാത്ത ഒരു ടൈപ്പ് ഡ്രസ്സാവും കിട്ടുക. കാരണം മുറിച്ചെടുക്കുന്നത് എല്ലാവരുടെ കയ്യിലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാരി ഒന്ന് അയൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് അയൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ടും അയൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മുന്താണിയുടെ പ്ലീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പ്ലീറ്റാക്കിയിട്ടാണ് ഞാൻ ഈ സാരി ഉടുക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്താണി ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ കുഞ്ഞു പ്ലീറ്റായിട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് ലെയർ വന്നിട്ട് നമുക്ക് 1 ഇഞ്ച് ലെയർ എടുത്തതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ അതിൽ കുറവായിട്ട് ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും മേലത്തെ ആ ഒരു ലെയറിൻ്റെ അധികം ആവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞൊറിവുകളാക്കി എടുത്ത് നേരത്തെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് സാരി എടുക്കാൻ ഒരു അരമണിക്കൂർ എടുക്കുന്നത് പണി നമുക്ക് ഒരു 15 മിനിറ്റിൽ ഒതുങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എടുത്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുക്കുക. അതിന് ശേഷം നമ്മൾ എവിടെയാണോ പ്ലീറ്റ് ഇട്ട് നിർത്തിയത് അവിടെ ഇങ്ങനെയായിട്ട് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വിട്ടായിട്ട് നമുക്ക് ഇതുപോലെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ശരിയായി കൊടുക്കാം. ഇത് അത്യാവശ്യം കുഴഞ്ഞ തുണിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പിന്നെ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ അയൺ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എവിടം വരെ പ്ലീറ്റ് ഇട്ടോ അതുവരെ നമുക്ക് ഇതുപോലെ അയൺ ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ബോക്സോ അല്ലെങ്കിൽ കട്ടിയുള്ള ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് അവസാനിപ്പിച്ച അവിടെ ഇങ്ങനെയായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പ്ലീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സാരി എടുക്കുന്ന സമയത്ത് അത് നീങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള എന്തെങ്കിലും അറ്റത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പ്ലീറ്റ് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഡോറിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് എടുക്കണവരുണ്ട്, അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ എന്തായാലും ഡോറിൻ്റെ അവിടെ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു നല്ലൊരു വേ ആണെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സാരി എടുക്കുന്ന ആളല്ല, വല്ലപ്പോഴൊക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഡ്രസ്സല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ വേ ആവുമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതാ ഞാൻ എത്രയാണോ നമുക്ക് സാരിയുടെ മുന്താണി ഇറക്കം വേണ്ടത് അത്രയും ഭാഗം നമുക്ക് ഇതുപോലെ സേഫ്റ്റി പിന്ന് കുത്തിയതിന് ശേഷം അയൺ ചെയ്ത് ഇതുപോലെ വൃത്തിയിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല നീറ്റാക്കി തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇതിങ്ങനെ ചെറിയ രീതിയിൽ മടക്കി വെക്കാം. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് മടക്കി നമുക്ക് ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന വരെ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ല സെക്യൂറായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാ ബാക്കി നമ്മൾ ആ ചെസ്റ്റിലേക്ക് ഇറങ്ങുന്ന പ്ലീറ്റ്സ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കാരണം നമ്മളുടേത് കോട്ടൺ സാരി അല്ല. അപ്പോൾ എന്തായാലും ചുളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര സെക്യൂറായിട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ നമ്മുടെ അരഭാഗത്ത് വരുന്ന ആ ഒരു പ്ലീറ്റ്സും കൂടി ഇതുപോലെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റിയതിന് ശേഷം നമുക്ക് എവിടെയാണോ പ്ലീറ്റ് വരുന്നത് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ വരുന്നത് എന്നുള്ള ഒരു ഇത് കിട്ടിയതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതാ ഞൊറിവൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് അവിടെ ഒരു സേഫ്റ്റി പിന്ന് കൊത്തി കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതാ ഇവിടെ എങ്ങനെയായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് കണ്ടോ. ഇതുപോലെ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയതിന് ശേഷം നമുക്കിത് ഊരിയെടുത്തിട്ട് ഇവിടെ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. എസ്പെഷ്യലി ഇത് കോട്ടൻ്റെ സാരിയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. കോട്ടൻ്റെ സാരി, പട്ട് സാരിയൊക്കെ എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടുത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഒറ്റ കളർ സാരി ആയിരുന്നു മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്ന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സ്വീക്വൻസ് വർക്കുള്ള ബ്ലൗസാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ലുക്ക് ഈ ഒരു സാരിയുടെ ഈ ലുക്ക് തന്നെ ഒന്ന് മാറ്റും കേട്ടോ. പിന്നെ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു റിങ്ങും ഒരു ലോങ് മാലയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി ലുക്കായി. പിന്നെ വേറെ ബാംഗിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്ലൗസ് അത്യാവശ്യം ഹെവിയാണ്. മാത്രമല്ല ഇത് ഫുൾ ബ്ലൗസുമാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഫുൾ ബ്ലൗസ്, ഫുൾ കൈയുള്ള ബ്ലൗസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മേക്കപ്പ് ലുക്ക് വന്നിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണ്ടോ, ഞാനതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഉടുക്കാൻ കഴിയാത്തവർക്കും വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഉടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചാനൽ വീഡിയോ കാണി താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.